ഞാൻ ശ്രീ തോമസ് ഐസക്കിലേക്ക് വരികയാണ്. എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ഒന്ന് താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത തവണ ആ ചോദ്യത്തിലേക്ക് വരുന്നെങ്കിലാകാം. ഈ സർക്കാർ, അതുതന്നെയാണ് അതിലെ എന്ത് തെറ്റ് എന്ന ചോദ്യത്തിന് ഉയരുന്നൊരു ചോദ്യം, മറുചോദ്യം ഇതാണ്: ഈ സർക്കാർ അദാനിയുടെ ഓഹരി വിൽപ്പനയ്ക്ക് താല്പര്യപ്പെട്ടു നിൽക്കുന്നു, അതിന് കളമൊരുക്കും വിധത്തിലേക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന തോന്നൽ, ധാരണ ശക്തമാണ്. സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങും മുമ്പ് തന്നെ അവർ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് പോയിരിക്കുന്നു, ലെറ്ററുകൾ നൽകിയിരിക്കുന്നു എന്നത് തന്നെ ആ സംശയത്തെ ബലപ്പെടുത്തുന്നതല്ലേ? എന്ത് തെറ്റ് ചെയ്തു എന്ന് കൈമലർത്തുമ്പോൾ ഈ സംശയം സമൂഹത്തിൽ ശക്തമല്ലേ എന്ന എൻ്റെ ചോദ്യം അവിടെ തന്നെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ശ്രീ ഐസക്ക്, അദ്ദേഹം ആ പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. അത് തന്നെ യെസ്. ഇവിടെ ഏറ്റവും ഗൗരവമായ പ്രശ്നം എന്താണെന്നറിയാം? ഈ പറയണമൊന്നുമല്ല. അദാനിയുമായിട്ടുള്ള കരാർ പ്രകാരം സെക്ഷൻ 5(3) നമ്മുടെ വിഴിഞ്ഞത്തിന് 250 കിലോമീറ്ററിനുള്ളിൽ ഉള്ള ഒരു തുറമുഖത്തിൽ കൺട്രോളിംഗ് ഷെയർ ഉള്ള ഒരാൾക്ക് വിഴിഞ്ഞത്ത് 25% ഓഹരി വാങ്ങാൻ അനുവാദമില്ല. അദാനി കമ്പനിക്ക് പോലും മേടിക്കാൻ പാടില്ല. MSC കമ്പനിക്ക് തൂത്തുക്കുടി ചിദംബരനാർ തുറമുഖത്തിൽ കൺട്രോളിംഗ് ഷെയർ ഉണ്ട്. എന്തിനാ മംഗലാപുരത്ത് ചർച്ചയ്ക്ക് പോയെന്ന ധാരണ? ഇവിടെ ഒരു അപേക്ഷ തരും, അപേക്ഷ പാസ്സാക്കണമെന്ന് പറയാനല്ല. MSC കമ്പനിക്ക് കരാറ് പ്രകാരം 49% പോയിട്ട് 25% ഷെയർ വിഴിഞ്ഞത്ത് വാങ്ങാൻ പറ്റില്ല. ഇത് സംബന്ധിച്ചുള്ള അനൗപചാരികമായ ചർച്ചയാണ് മംഗലാപുരത്ത് നടന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാർ പറയുന്നില്ല ഈ 5(3) പ്രകാരം തൂത്തുക്കുടിയിൽ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉള്ള MSCക്ക് എങ്ങനെ വിഴിഞ്ഞം കൊടുക്കാൻ പറ്റുമെന്ന്? പ്രശ്നം ഇവിടെയാണ്. ദർ ഇസ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. MSC കമ്പനി മോശം കമ്പനിയാണെന്നൊന്നും ഇവിടെ ഒരാൾക്കും അഭിപ്രായമില്ല. MSC കമ്പനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാടുകാരനാണ്. അവരോടൊക്കെ നമ്മൾ ബന്ധങ്ങൾ പുലർത്തേണ്ടി വരും. പക്ഷെ വിഴിഞ്ഞത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കരാറിൽ ഒരു വ്യവസ്ഥയുണ്ട്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പാടില്ല. 250 കിലോമീറ്റർ അകലത്തിലുള്ള ഒരു തുറമുഖത്ത് നിർണായക ഓഹരിയുള്ള ഒരു കമ്പനിക്ക് നമ്മുടെ അദാനിയുടെ കമ്പനിയുടെ ഓഹരി വിൽക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥയുണ്ടെന്ന് ഈ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ. എന്താ തെറ്റെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണ് തെറ്റ്, ഇതാണ് പ്രശ്നം, ഇതൊരു നിയമക്കുരുക്ക. എന്താ കേരള സർക്കാർ ചെയ്യാൻ പോണത്? ഇതിന് ഇളവ് കൊടുക്കാൻ പോയാ നാളെ മുതൽ കേരളം ഇതാ സംസാരിക്കാൻ പോണേ. അതുകൊണ്ട് സെക്ഷൻ 3 പ്രകാരമുള്ള പ്രീ കൺസൾട്ടേഷൻ മാത്രമല്ല, സെക്ഷൻ 5(3) പ്രകാരമുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കുന്നതിനുള്ള പ്രശ്നവും ഈ ഇടപാടിൽ വരുന്നുണ്ട്. എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ എംപവേർഡ് കമ്മിറ്റി ഇത് ചർച്ച ചെയ്തൊന്ന്, ക്യാബിനറ്റ് ഇത് ചർച്ച ചെയ്തൊന്ന്, ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടി വരും. അല്ല ഡോക്ടർ ഐസക്ക്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ക്യാബിനറ്റ് ഇത് ചർച്ച ചെയ്തു, അവർ തന്ന കത്ത് അപേക്ഷ ചർച്ച ചെയ്ത ശേഷം എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞൊരു വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ലീഗൽ ഇഷ്യൂ കൂടി ഈ കരാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ വന്നതിൽ വളരെ സുപ്രധാനമായ ഒരു പുതിയ ഇഷ്യൂ ആണ് താങ്കൾ ഈ ചർച്ചയിൽ റേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തൊട്ടടുത്തുള്ള തൂത്തുക്കുടി പോർട്ട്, അവിടെ നിർണായകമായ ഓഹരി ഉടമസ്ഥാവകാശമുള്ള ഓഹരി എടുത്തിട്ടുള്ള കമ്പനി തൊട്ടിപ്പുറത്ത് വിഴിഞ്ഞത്തേക്ക് വരുന്നു. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് ഈ കരാറിൻ്റെ ഭാഗമായി തന്നെ തടയപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കമ്പനിക്ക് തന്നെ ഇവിടെ എങ്ങനെ കൊടുക്കും? അപ്പോൾ ഇത് ഈ ലീഗൽ ഇഷ്യൂ
മറികടക്കാനുള്ള ആലോചനകളായിരിക്കുമോ അണിയറയിൽ നടക്കുന്നത്? കാരണം ഇത് മംഗലാപുരത്തു നിന്ന് തുടങ്ങിയതാണെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിയമക്കുരു കഴിക്കാനുള്ള തല പുകയ്ക്കലാണോ ഇപ്പോൾ നടക്കുന്ന ഈ സ്പേസ് എടുക്കൽ, ഈ ബ്രേക്ക് എടുക്കൽ? CM ഷുഡ് കം ക്ലീൻ. CM തുറന്ന് കാര്യങ്ങൾ പറയണമെന്ന്, അല്ല ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ പ്രതിപക്ഷമായിട്ട് ചർച്ച ചെയ്യണമെന്ന്. കാരണം അത്തരത്തിൽ കേരളത്തിലൊരു കോൺസെൻസസ് സൃഷ്ടിച്ചു പോണ ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും നിയമത്തിൽ കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതിന് വിരുദ്ധമായിട്ട്, വിവേചനാധികാരമല്ല, സെക്ഷൻ 3 പ്രകാരം അനുവാദം മേടിക്കുമ്പോൾ സുരക്ഷയുടെ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ മറ്റ് കമ്പനികൾക്കെതിരെ വിവേചനം ഉണ്ടാവില്ലയോ എന്നുള്ള പരിശോധന നമ്മൾ നടത്തിയിട്ട് ഉണ്ടാവില്ലെന്ന് ഉറപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുവാദം നൽകാമെന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ മറ്റൊരു 250 കിലോമീറ്റർ അതിർത്തിക്കുള്ളിൽ വരുന്ന വേറൊരു പോർട്ടിൽ നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് പാടില്ല, നിർണായക പങ്കാളിത്തം പാടില്ല എന്നൊരു ക്ലോസ് ഉണ്ട്. അവിടെ തൂത്തുക്കുടിയില് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെക്കുറിച്ച് എന്താ പറയാൻ? അഡ്വക്കേറ്റ് ലാൽ, ചോദ്യം. യെസ് അഡ്വക്കേറ്റ് ലാൽ, ഇത് വളരെ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഡോക്ടർ ഐസക് ഉന്നയിച്ച ഒരുപക്ഷെ ചർച്ചകളിലേക്ക് ഇത് ആദ്യമായിട്ടാണ് ഇത് കടന്നു വരുന്നത്. അദ്ദേഹം പറഞ്ഞു 250 കിലോമീറ്റർ ഇവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് നേരെ തൂത്തുക്കുടിയിലേക്ക്. യഥാർത്ഥത്തിൽ അത്ര പോലും ഇല്ല കേട്ടോ, 203 കിലോമീറ്റർ വളരെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു പോർട്ടാണ്. അവിടെ ഷെയർ എടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം. താങ്കൾ പറഞ്ഞല്ലേ ഇത് ചീഫ് സെക്രട്ടറി ആണോ നോക്കേണ്ടത്, ഇതിലെ ലീഗൽ ഇഷ്യൂസ് നോക്കേണ്ടത് ആരെ എന്നൊരു ചോദ്യം. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ കൂടിയായി ലാൽ ഇതിനെ കാണുന്നുണ്ടോ കരാറുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ? അതെ, നോക്കൂ, നമ്മുടെ കോസ്റ്റിൻ്റെ വർക്കിംഗ് അല്ലെ ഓപ്പറേഷനെ ഒരു കമ്പനി മൊണോപ്പൊളൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പേർപ്പസ്. ദാറ്റ് ഇസ് എ സിമ്പിൾ പേർപ്പസ്. അതാണ് ഇതിൻ്റെ പ്രൈമറി പേർപ്പസ്. നോക്കൂ, ഈ കോൺട്രാക്ച്വൽ ടേംസിൻ്റെ മൊത്തം കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഈവൻ അതർവൈസ് അതൊരു ഗസബിൾ കാര്യമാണ്. കാര്യം നമ്മൾ മൊണോപ്പൊളൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നോക്കൂ, ഇന്ന് ഞാൻ ഒരിടത്ത് കേൾക്കുകയായിരുന്നു, ടെല്ലവീവിലുള്ളൊരു പോർട്ട് അത് ഓൺ ചെയ്യുന്നത് അദാനിയാണ്. ഇവിടെ ഗുജറാത്തിൽ ഉള്ള ഒരു പോർട്ട് ഓൺ ചെയ്യുന്നത് ഈ പറഞ്ഞ അദാനിയാണ്. അങ്ങനെ നമ്മുടെ ഈ ചെയിന് മൊത്തത്തിൽ ഇവരുടെ കൺട്രോളിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കോൺസിക്വൻസ്, ആ കോൺസിക്വൻസിനെ നമുക്ക് എങ്ങനെയാണ് ഡിറ്റർ ചെയ്ത് നിർത്താൻ പറ്റുക? അതിൻ്റെ സ്റ്റേറ്റ് മെഷീനറീസിൻ്റെ മോണിറ്ററിംഗ് ആണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രീ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. ആ പ്രീ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് പകരം അതിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കതിനകത്ത് പിന്നെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് അദാനിയെ കൈവിട്ട് സഹായിക്കുന്നു, നരേന്ദ്രമോദി കൂട്ടരും സഹായിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയ ആള് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇതൊക്കെ അറിഞ്ഞോ, വെളിയിലങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു തോന്നുന്നു, ഇതൊക്കെ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല ഇവിടെ നടക്കുന്നതിനെ കുറിച്ച്. അങ്ങനെ അത് വളരെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഈ BJPയുടെ എല്ലാ കാര്യങ്ങളും എടുക്കുമ്പോൾ അദാനി ഒരു ഫാക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണമില്ല. നോക്കൂ, ഡോക്ടർ ഐസക് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു കമ്പനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അബാൻഡൻ ചെയ്തൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് അദാനിയായിട്ടാണെങ്കിലും മറ്റൊരു കമ്പനിയായിട്ടാണെങ്കിലും പോകാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതാണ്. നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്, സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ്. എപ്പോഴും പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ആണ്. അവന് മൊണോപ്പൊളൈസ്. അവിടെ ലാൽ, ഒരു ചോദ്യം ഉയരുന്നത് ഡോക്ടർ തോമസ് ഐസക് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, ഇപ്പോൾ മുൻകൂർ അനുമതി തന്നെ വേണം സർക്കാരിൻ്റേതെന്ന് പറയുന്ന ഏറ്റവും അധികം ചർച്ചകളിൽ ഇടം പിടിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്. ഇപ്പോൾ തോമസ് ഐസക് പറഞ്ഞ വളരെ ഗുരുതരമായ എന്താണ്? ഞാൻ വായിച്ച് കേൾപ്പിക്കാം. I just googled it out. 5.9. The concessionaire cannot directly or through its associates acquire, control or financial interest in the operations or services of any other ports situated within the distance of 250 kilometers
from Vizhinjam port. If that share interest exists 25%, now തൂത്തുക്കുടിയിലുണ്ട് MSCക്ക്. എങ്ങനെ വിഴിഞ്ഞത്ത് 49% ഷെയർ വാങ്ങാമെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കേണ്ടത് ഇക്കാര്യമാണോ മംഗലാപുരത്ത് ചർച്ച ചെയ്തത്? കേരളത്തെ പൊട്ടം കളിപ്പിക്കരുത്. കൃത്യമായിട്ട് കരാറിൽ വിശുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. MSC കമ്പനിക്ക് തൂത്തുക്കുടി വേണോ വിഴിഞ്ഞം വേണോ എന്ന് തീരുമാനിച്ചിട്ട് വേറെ ചർച്ച നടത്താൻ പറ്റത്തുള്ളൂ. രണ്ടും കൂടി പറ്റില്ല.